യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കും സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്ര. അതിശയമായിട്ട് അത്ഭുതമായിട്ട് ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ പൽക്കാലം ദൈവത്തിന്റെ പാദപടത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. വേഗത്തെ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഒത്തിരി അസാധ്യമായ വിഷയം കൊണ്ട് നടുവിലായിരിക്കും നിൽക്കുന്നത്. ഒരു സാധ്യതയും കാണത്തില്ലായിരിക്കാം, ഒരു പ്രതീക്ഷയും കാണത്തില്ലായിരിക്കാം. ഇതിനകത്ത് എങ്ങനെ ഒരു വിടുതൽ ലഭിക്കും എന്നുള്ള ആകുലതയോടെ ആയിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ഈ പൽക്കാലം അസാധ്യമായ വിഷയങ്ങൾ സാധ്യമായി തീരുവാനായിട്ടിടയത്തീരാ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ചലിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. വീര്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം നടക്കുമെന്ന് വിശ്വസിക്കുക. സ്തോത്ര. നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വിഷയങ്ങളെ യേശുവിന്റെ നാമത്തിൽ സാധ്യമായി തീരാ. ഞാൻ അതിനെ കണ്ണുകൊണ്ട് കാണും, ഞാൻ അത് അനുഭവിക്കുമെന്ന് വിശ്വാസത്തോടെ ചിലത് പ്രഖ്യാപിച്ച് നാം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോൾ ഈ പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്താൽ ചിലത് സാധ്യമായി തീരും. ഹല്ലേലൂയ. സ്തോത്ര. മനുഷ്യർ പറഞ്ഞു കാണുമായിരിക്കാം, ഇതിന് സാധ്യമാകത്തില്ല, ഇതിനകത്തിന് ഒരു വിടുതലില്ല എന്ന് മനുഷ്യർ എഴുതിത്തള്ളിയ വിഷയങ്ങളായിരിക്കാം. ലോകം നമ്മെ നോക്കി പറഞ്ഞു കാണുമായിരിക്കാം, സാഹചര്യങ്ങൾ നമ്മെ കണ്ടു നാം തന്നെ പറഞ്ഞു കാണുമായിരിക്കാം, ഇതിനകത്തിന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന്. സ്തോത്ര. അതേ സ്തോത്രം. മാനുഷിക പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഇടത്ത്, ലോകം നടക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ഇടത്ത്, ഹല്ലേലൂയ, എഴുതി തള്ളിയതിനെ സ്തോത്ര മറുപടി തന്ന് മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കാലം വിശ്വസിക്കുക, എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തെ അല്ലെങ്കിൽ നടക്കുമെന്നോ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു കാര്യവും. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. സ്തോത്ര. അങ്ങനെ നാം പൂർണ്ണമായിട്ട് കണ്ണടച്ച് ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നമ്മുടെ മേൽ ചലിക്കുവാനായിട്ടിടയത്തില്ല. നമ്മുടെ മുമ്പിൽ നിന്ന് ചില അസാധ്യമായ വിഷയങ്ങൾ മാറിപ്പോകുവാനായിട്ടിടയത്തി. സ്തോത്രം. നാം എന്ത് വിശ്വസിക്കുന്നുവോ, നാം ഏതിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നുവോ, അതിനകത്ത് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ തിരുവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് സ്തോത്രം മറിയെ അടുത്ത് ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവിന്റെ ജനനത്തെ പറ്റി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറിയ ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ പുരുഷനെ അറിയായികയായി ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. സ്തോത്ര. സ്വാഭാവികമായി കടന്നു വന്ന ഒരു ചോദ്യമാണ്. സ്തോത്രം. കാരണം മറിയയുടെ വിവാഹ നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, പുരുഷനെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൾ ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമ്മുടെ മുമ്പിൽ
ഒത്തിരി ചോദ്യചിഹ്നങ്ങളുടെ നടുവിലായിരിക്കും നിൽക്കുന്ന സ്തോത്ര. ഒരു സൈഡിൽ നോക്കുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കാം, മറു സൈഡിൽ നോക്കുമ്പോൾ അസാധ്യമായ മേഖലയുടെ വലിയൊരു നിര അതിന്റെ നടുവിൽ കാണുമായിരിക്കാം. പലപ്പോഴും നാം സ്തോത്ര വാഗ്ദത്തങ്ങളെ മാറ്റിവെച്ചിട്ട് നാം നോക്കുന്ന നമ്മുടെ മുമ്പിൽ അത് സാധ്യമാകുവാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ എന്നാ നോക്കുന്നത് സ്തോത്രം. നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ നാം എന്ത് ചെയ്യും? ദൈവിക വാഗ്ദത്തങ്ങളെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അതിനെ നാം റിസീവ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സാധ്യതയും ഇല്ലാതെ കിടക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക നിന്റെ ജീവിതത്തിനകത്ത് ഇത് നടക്കുമെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങൾ ഒന്ന് പതറിയിട്ട് വിചാരിക്കാറുണ്ട്, ഇത് എന്നോട് പറഞ്ഞ ആലോചന തന്നെയാണോ, ഞാൻ കേട്ടത് ദൈവശബ്ദം തന്നെയാണോ എന്ന് ഒന്ന് പതറിപ്പോകാറുണ്ട്. പക്ഷേ ഇവിടെ മറിയയും ചെയ്ത ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ പുരുഷനെ അറിയിക്കുക, ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിക്കുവാനായിട്ടെത്തുന്നു. അതിന് മറുപടിയായിട്ട് ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ഇടും. സ്തോത്ര. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നാം വിശ്വസിക്കുക സ്തോത്ര. ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിട്ട ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ മേഖലകൾ സാധ്യമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമ്മൾ ഭാരപ്പെടേണ്ട, നമ്മൾ ആകുലപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എവിടെയെല്ലാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടവിടേക്ക് പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി ഹല്ലേലൂയ, ഉന്നതങ്ങളിൽ ഉന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ. നമ്മൾ കഴിക്കുന്ന ഒരു മെഡിസിന്റെ ശക്തി നമ്മുടെ മേൽ ചലിക്കുമെന്നല്ല തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മറിച്ച് അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടും. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ആ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീരുമ്പോ, അത് നിന്റെ മേൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീരുമ്പോ, നിന്റെ മുമ്പിൽ നിന്ന് ഇത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ആ ദൈവത്തിന്റെ ശക്തി ചലിക്കുമ്പോ ചിലത് ഇന്ന് ഉത്ഭവിക്കുവാനായിട്ട് ഇടയായി തീരും, ചിലത് സൃഷ്ടിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരാം, ചില പോരായ്മകൾ, ചില കുറവുകൾ ആ ശക്തിക്കകത്ത് നികന്നു വരുവാനായിട്ട് ഇടയത്തിനും. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. വിശ്വസിക്കുന്നവരുടെ മേല ദൈവത്തിന്റെ ശക്തി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, വിശ്വസിക്കുന്നവരുടെ മേല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. നമുക്കറിയാം സ്തോത്രം, മത്തായി സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നു, മനുഷ്യർക്ക് അസാധ്യം എങ്കിലും എന്റെ ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. സ്തോത്രം. നമുക്കറിയാം, ഒരു സ്തോത്ര രോഗാവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ തന്നെയാ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ചില സാഹചര്യം ഞങ്ങൾക്കിത് മുന്നോട്ടിനി ഒന്നും ചെയ്യാനായിട്ടില്ല, ഇതിനകത്ത് ഞങ്ങൾക്കൊന്നും പറയുവാനായിട്ടില്ല. പക്ഷെ അവിടെയും ദൈവത്തിന് പറയാനായിട്ടുള്ള ഒന്നേ ഉള്ളൂ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ. യഹോവ റാഫ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശക്തി ഈ പകൽക്കാലം നിന്റെ മേലിന്ന് ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിന് ഒരു സൗഖ്യം വിടുതൽ നടക്കത്തില്ലെന്ന് ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ലോകം പറഞ്ഞു കാണുമായിരിക്കാം, ഇനി ഈ കുടുംബജീവിതം മുന്നോട്ട് നല്ലതായിട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ചലനമില്ലാത്തതിനെ ചലിപ്പിക്കുവാൻ കഴിയുന്ന, ജീവനില്ലാത്തതിന്റെ മേൽ ജീവൻ കൊടുക്കാൻ കഴിയുന്ന ഹല്ലേലൂയ, മരണത്തെ ജയിച്ച കർത്താവ്. ഹല്ലേലൂയ. മരണത്തെ ഹല്ലേലൂയ പാതാളത്തെ ജയിച്ചതായ സർവശക്തിന്റെ യേശു കർത്താവിന്റെ മേൽ വ്യാപരിച്ചതായ ആ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ചില രോഗശക്തികൾ നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. എത്ര മെഡിസിൻ കഴിച്ചിട്ടും സൗഖ്യമാകാത്ത രോഗങ്ങൾ, ഡോക്ടർമാർ കൈവിട്ട കാര്യങ്ങൾ, ഹല്ലേലൂയ, എന്റെ ദൈവത്താൽ ചില സൗഖ്യങ്ങൾ നടക്കും. സ്തോത്ര. ഹല്ലേലൂയ. കയ്യിലുള്ള സ്തോത്ര സർട്ടിഫിക്കറ്റ് കൊണ്ട് ചിലപ്പോൾ പലയിടങ്ങളിൽ നീ കയറി ഇറങ്ങി കാണുമായിരിക്കാം, നിനക്കിനി ഒരു ജോലി ലഭിക്കാൻ സാധ്യതയില്ല, എക്സ്പീരിയൻസ് കഴിഞ്ഞു, ഈ ക്വാളിഫിക്കേഷൻ കൊണ്ട് നിനക്കൊരു ജോലി ഇല്ല എന്ന് പറയുമ്പോ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും.
തീരും. ഹല്ലേലൂയ. മാനുഷികമായ സ്തോത്രം ഹല്ലേലൂയ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഇത് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ സ്തോത്രം അവര് മാനുഷികമായ വാക്കുകൾ കൊണ്ട് നെഗറ്റീവുകൾ പറയുവാനായിട്ട് ഇടയത്തിരുമ്പോ എന്റെ ദൈവം ഒരിടത്ത് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ അടുക്കൽ ആരൊക്കെ കയറി വന്നിട്ടുണ്ടോ അവരുടെയൊക്കെയും ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കര. പ്രിയ ദൈവ പൈതലെ, നീ ഏത് വിഷയത്തിനകത്താണ് ഈ പകൽക്കാലം ഭാരപ്പെടുന്നത്, നീ വേദനിക്കുന്നത്, ആ വിഷയത്തിനകത്തേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ചലിക്കുവാനായിട്ട് ഇടയത്തിനും. ചിലത് സാധ്യമാകുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന്. സ്തോത്രം. ഇവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതിനവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പോഴാണ് അവിടെ വചനത്തിൽ പറയുന്നത്, അതിനെ ദൈവം പറയും, ദൈവത്തിന് വീണ്ടും ദൂതൻ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ മറിയ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു എന്നവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്രം നമ്മൾ എങ്ങനെ ഏൽപ്പിക്കപ്പെടുന്നുവോ സ്തോത്രം അതിനകത്ത് ആ ദൈവത്തിന്റെ കാര്യം ചലിക്കപ്പെടുവാനായിട്ട് ഇടയത്തുന്ന കേൾക്കുന്ന ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ സ്തോത്രം ഞാനും നിങ്ങൾ ഒരു പോസ്റ്റിനെ പോലെ കർത്താവ് ഇതെന്നോട് പറഞ്ഞു, അതെന്റെ ജീവിതത്തിൽ നിറവേറേണ്ടതിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ വാക്തത്വവും നമ്മുടെ ഏൽപ്പിക്കലും തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടന്റെ ബന്ധത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്ര നമ്മുടെ മുമ്പിൽ ചിലത് സാധ്യമായി തീരും. സ്തോത്രം. പലപ്പോൾ നമ്മൾ പറയും, ഇത് എന്നെ കൊണ്ട് നടക്കത്തില്ല, എന്റെ ജീവിതത്തിനകത്ത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് മാറുന്നത് കൊണ്ടാണ് പലപ്പോഴും ചില ദൈവിക വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാതിരിക്കുന്നു. പക്ഷേ ഈ പകൽക്കാലം ഒരു ഫോഷ്കനെ പോലെ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പാകെ എന്നെ നിങ്ങളെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ, അപ്പൊ ഈ ദൈവിക ശബ്ദം എന്റെ ജീവിതത്തിനകത്ത് ഉരുവായി വരുവാൻ, ഈ ദൈവിക ആലോചന എന്റെ ജീവിതത്തിനകത്ത് നിറവേറി വരുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞത് എന്താണ് അതുപോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ചില അസാധ്യമായ വിഷയങ്ങൾ ഈ പകൽക്കാലം മുതൽ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിനകത്ത് സ്റ്റക്കായി കിടക്കുന്ന ചില വിഷയങ്ങളകത്ത് ഇനി അതിനകത്ത് ഒരു ചലനം ഉണ്ടാകത്തില്ല, ഇതിനകത്തൊന്നും ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോ ഈ പകൽക്കാലം സ്തോത്ര എന്റെ ദൈവത്താൽ ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ നീ സ്തോത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതിനകത്ത് വലിയ ചേഞ്ചുകൾ സംഭവിക്കുന്നത് കാണുവാനായിട്ട് ഇടയത്തിനും. ചിലപ്പോൾ മരുഭൂമിയുടെ അനുഭവമായിരിക്കാം. ആ മരുഭൂമിയായി കിടക്കുന്നതിനെയും സ്തോത്ര അതിനെ സ്തോത്ര ഹല്ലേലൂയ മലർവാടിയാക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. പ്രിയ ദൈവമക്കളെ, യായിറോസിന്റെ കുഞ്ഞുമകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത്യസന നിലയിലായിരിക്കുന്ന ഒരു അനുഭവമാ. പക്ഷേ ഡോക്ടർമാർ കൈവിട്ടപ്പോഴും എന്ത് ചെയ്തു? യായിറോസ് കൊണ്ടുവന്ന് വയ്ക്കേണ്ട ഇടത്ത് കൊണ്ടുവന്ന് യേശുവിന്റെ കാൽക്കൽ വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിച്ചു. ഹല്ലേലൂയ. മരിച്ചതിനെ എന്ത് ചെയ്തു? യേശു കർത്താവ് എഴുന്നേൽപ്പിച്ചു, തന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഹല്ലേലൂയ എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ എത്ര ഞാനും നിങ്ങൾ ആരാധിക്കുന്നത്. സ്തോത്രം. ആകാശത്തെ മേലും ഭൂമിയെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായ ദൈവം. സ്തോത്ര. സിംഹത്തിന്റെ വായ അടപ്പിച്ചതായ ദൈവ. എബ്രായർ ബാലന്മാർക്കെതിരായി സ്തോത്രം തീയുടെ ശക്തി 10 മടങ്ങ് 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാ തന്റെ സ്തോത്ര ഹല്ലേലൂയ ശക്തിയാൽ ആ തീയുടെ കേട് അവർക്ക് പറ്റാതെ വേണം സൂക്ഷിച്ച ഒരു അരിമ രക്ഷകനുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ നടുവിൽ
പറയുന്നില്ലേ, ഇതിനകത്ത് ഞാൻ പുറത്തു വരുമെന്ന് തോന്നുന്നില്ല, ഈ വിഷയത്തിനകത്തുനിന്ന് എനിക്കൊരു വിടുതൽ ലഭിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോ നിന്റെ തോന്നലുകളെ മാറ്റിവെച്ചിട്ട് അതിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തനിലേക്ക് നീ നോക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം സ്തോത്ര ചില വിഷയങ്ങളുടെ അകത്ത് നിന്ന് ചിലതിനകത്ത് നീ മുങ്ങിപ്പോകുമെന്ന്, ചില വിഷയത്തിനകത്ത് നീ താണു പോകുമെന്ന് ലോകം പറഞ്ഞ ചില വിഷയത്തിനകത്ത് ഒരു കേടും പറ്റാതെ നിന്നെ പുറത്തെടുക്കുന്ന ദൈവത്തിന്റെ കര അതിനകത്ത് ചലിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിനോട് സർവശക്തനായ ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 17 കാണുവാൻ ശ്രദ്ധിക്കുന്നു. വാഗ്ദത്തം കേട്ട അബ്രഹാമിനോട് 99 വയസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക, ഞാൻ സർവശക്തിയുള്ള ദൈവമത്രേ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്ക, ആ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ വിഷയത്തിനകത്തേക്ക് ചലിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. നമ്മുടെ ദൈവം ആരാ? സർവശക്തനായിരിക്കുന്ന ദൈവം, സർവത്തിനും ശക്തിയുള്ള ദൈവം. ഈ ലോകത്തിലെ എത്ര ശക്തികൾ നിന്റെ വാഗ്ദത്തങ്ങളെ മൂടിവെക്കുവാൻ നോക്കിക്കഴിഞ്ഞാലും, നിന്റെ നന്മയെ തടയുവാൻ നോക്കിക്കഴിഞ്ഞാലും, പ്രിയ ദൈവമക്കളെ, വചനത്തെ വ്യക്തമായി കാണുന്നു, നമ്മുടെ ദൈവം ഹല്ലേലൂയ സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതായ ദൈവത്തിന്റെ ശക്തി മരണത്തിനും അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ വാഗ്ദത്തമുള്ള നിന്നെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമത്രേ. ഹല്ലേലൂയ. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. അതുവരെയൊക്കെയും ഇവിടെ അവിടേക്ക് ഇട്ട് കറക്കിയെന്നിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ആ ടൈമില് 3 ദിവസം മാത്രമേ യേശുവിനെ കല്ലറയ്ക്കൽ ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. 3-ാം നാൾ പുറത്തു വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്ര. ചില വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ നിറവേറേണ്ടതിനായിട്ട് നിന്നെ പുറത്തെടുക്കുന്ന പകൽക്കാലം അത്രേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അസാധ്യങ്ങൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. നാം അങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. സ്തോത്രം. ഇസ്രായേൽ ജനതയെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. സ്തോത്രം. മുമ്പിൽ ചെങ്കടൽ കടന്നു വന്നു. നമുക്കറിയാം, അവിടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞ ചെങ്കടൽ മുക്കിക്കളയും എന്നുള്ളൊരു വിഷയം. പിന്നിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ കൂട്ടരും പിടിച്ചവരെ തിരിച്ചു അടിമയാക്കി കൊണ്ടുപോകുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ നടുവെ മിണ്ടാ നിൽക്കുന്നതല്ല കാണുവാൻ സാധിക്കുന്ന. അന്ന് രാത്രി ഇസ്രായേൽ ജനം എന്നും ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് രാത്രി ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് തന്റെ മഹാശക്തിയാൽ ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച് ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ച് ഇസ്രായേൽ ജനതയെ അക്കരെ എത്തിച്ച ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്രം, നമ്മുടെ ദൈവത്തിന്റെ ശക്തി വലിപ്പമുള്ളത് അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ശക്തിയോട് തുല്യം പറയാനായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. അതിനെ നാം കാണുക. സ്തോത്രം. ഹല്ലേലൂയ. നാം ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ നാം പറയും, ഈ മെഡിസിന്റെ പവർ കൊണ്ട്, ശക്തി കൊണ്ട് എനിക്ക് രോഗം മാറുമെന്ന്. പക്ഷേ പലപ്പോഴും പല മെഡിസിൻ കഴിച്ചാലും സൗഖ്യമാകാതെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ സ്തോത്രം, ദൈവത്താൽ സൗഖ്യമാകുവാനായിട്ടിടയായി തീരും. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോഴും അനേകം രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ അസാധ്യമെന്ന് ലോകം എഴുതി തള്ളിയപ്പോഴും പ്രിയ ദൈവമക്കളെ, സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ ശക്തി അടിയുടെ മേൽ ചലിച്ചുകൊണ്ട് ആയുസ്സോടും ആരോഗ്യത്തോട് ദൈവം നിർത്തുവാനായിട്ടിടയെ തീർന്നു. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് സാധ്യമാക്കാൻ പോകുക. സ്തോത്രം. മനുഷ്യർ പറഞ്ഞ വാക്ക് അവിടെ നിന്നുകൊള്ളട്ടെ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില നെഗറ്റീവുകളെ അങ്ങ് അവിടെ നിർത്തിക്കൊള്ളട്ടെ. പക്ഷേ നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ പ്രതികരിക്കുവാൻ തയ്യാറാക്കുക. അതാ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാമിനോട് സാറയോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഒരു തലമുറ ലഭിക്കുമെന്ന്. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ചിരിക്കുവാനൊക്കെ ഇടയായി തീർന്നുവെങ്കിലും 18-ാം അധ്യായത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കാരണം എന്താ? സ്തോത്ര. ഒരു വാക്കുകൊണ്ട് ഭൂമി ശൂന്യവും പായവുമായിട്ട് കിടന്നപ്പോ സകലതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടായി വരുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, സ്തോത്രം,
എല്ലാം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. ഒന്നും ഇല്ലാതെ കിടക്കുമ്പോഴും സകലതും ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടായി വരുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കുകയും നിന്റെ ജീവിതത്തിനകത്ത് എന്താണ് വേണ്ടതെന്ന് എന്റെ ദൈവത്തിന് അറിയാം. സ്തോത്രം. അതിനെ ഉരുവാക്കി തരുവാൻ, അതിനെ സൃഷ്ടിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് ഒരു ജോലിയാണോ ആവശ്യം, അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ തരുവാൻ കഴിയുന്ന, അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെയാ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെയാ ദൈവത്തിന്റെ ശക്തി കാണുവാനായിട്ട് ഇടയെത്തുന്നത്. പ്രിയ ദൈവമക്കളെ, സാഹചര്യം ഒരിക്കലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. എപ്പോഴും പറയും ഇത് നടക്കത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ വാഗ്ദത്തത്തോട് അടുപ്പിക്കുന്നത് അത്രേ. സ്തോത്ര. ഈ പൽക്കാലം വിശ്വസിക്കാമോ? മാനസികമായിട്ടുള്ള കരങ്ങൾ ഹല്ലേലൂയ അസ്തമിച്ചു പോകുന്ന ഇടത്തും നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി നിയമത്തെ മാറ്റുവാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സാഹചര്യത്തെ ദൈവം അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീരും. നീ ദൈവത്തിന്റെ വിശ്വസ്തയോടെ ഇരുന്ന. അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിട്ട് നടക്ക. ഹല്ലേലൂയ. മറ്റൊന്നും നീ ചിന്തിക്കണ്ട. ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ നിന്റെ തലമുറയാക്കുമെന്ന് വാഗ്ദത്തം കിടക്കുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടന്നാ മതി. പ്രിയ മക്കളെ, വാഗ്ദത്തം നിറവേറേണ്ടതിനായിട്ട് ചില വിടുതലിന് വേണ്ടി ഞാനും നിങ്ങൾ സാഹചര്യം നോക്കി കർത്താവിന്റെ മുമ്പിൽ കൊടുക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ ആ വാഗ്ദത്തം നിറവേറേണ്ട സാഹചര്യമാക്കുമ്പോ കർത്താവ് അതിനു വേണ്ടിയുള്ളതൊക്കെ ദൈവം തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നാം ചെയ്യേണ്ടത് നാം ചെയ്യുവാൻ തയ്യാറാക്കുക. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഇവിടെ അബ്രഹാം സാറ് നമുക്ക് എന്ത് കാണുവാൻ സാധിക്കുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു മഹത്വം കൊണ്ട് ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആ ദൈവത്തിന്റെ ശക്തി അവിടെ ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിർജീവ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ശരീരം നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒരു തലമുറയെ ചുമക്കുവാനുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ 89 വയസ്സായ സാറയുടെ ശരീരത്തിന്റെ നിർജീവ അവസ്ഥകളെ മാറ്റിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്നതിന് വേണ്ടി ദൈവം ഓട്ടോമാറ്റിക്കലായി ചിലതിനെ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് എങ്ങനെയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ ബുദ്ധികൾക്കപ്പുറമായി, നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട്, നമ്മുടെ നിരൂപണങ്ങൾക്കപ്പുറമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം ചെറുതായിട്ട് കാണരുത്. സ്തോത്രം. ഹല്ലേലൂയ. വലുത് നാം പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് എന്ത് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് അവിടെയാ ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി അസാധ്യമായ വിഷയങ്ങൾ കാണുമായിരിക്കും. പക്ഷേ വിശ്വാസത്താൽ ചുവട് വയ്ക്കുക. സ്തോത്ര. വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുക. ഇതെന്റെ ദൈവത്താൽ സാധ്യമാകും. എന്റെ ദൈവത്താൽ എനിക്കൊരു ജോലി ലഭിക്കും. എന്റെ ദൈവത്താൽ എന്റെ തലമുറയുടെ ഭാവി അനുഗ്രഹമായി തീരാ. എന്റെ ദൈവത്താൽ എന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുക. എന്റെ ദൈവത്താൽ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ആത്മീയ മേഖലയ്ക്കകത്ത് ഒരു അഭിവൃദ്ധി ലഭിക്കുക. എന്റെ ദൈവത്താൽ ഞാൻ അനേക ആത്മാക്കളെ നേടിയെടുക്കുക. പ്രിയ ദൈവമക്കളെ, നാം ഇങ്ങനെ പറയുക. സ്തോത്രം. മനുഷ്യൻ ജഡം അവിടെ മരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മമനുഷ്യൻ ശക്തി പ്രാപിക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഞാനെന്നുള്ള അതങ്ങ് വിട്ടിട്ട് എന്റെ ദൈവത്താൽ. സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞ മനുഷ്യരാൽ അസാധ്യം നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രിയ മക്കളെ, നമ്മൾ ഇരിക്കുന്ന ഈ ഇടത്ത് നിന്ന് സ്തോത്രം, ഞാൻ ഇവിടെ നിന്ന് വചനം പറയുമ്പോ ഇവിടെ നിന്ന് എനിക്ക് എണീക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ശക്തി, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ മനുഷ്യർക്ക് അസാധ്യമായ എന്ത് കാര്യമെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തെല്ലാം ചെയ്തു കൂട്ടാമെന്ന് പറഞ്ഞാലും, നമുക്ക് എന്തെല്ലാം നമ്മുടെ മുമ്പിൽ അനുഗ്രഹങ്ങളുണ്ട്, വിടുതലുകളുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമോ, അതിനെ നാം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടോ ഒന്നും കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ചില ശൂന്യതകൾ ഈ രാത്രി പകൽക്കാലം മാറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം.
ഹല്ലേലൂയ. എന്ന് എൻ്റെ ഈ ശൂന്യതകൾ മാറുമെന്ന് ചോദിക്കുമ്പോ, എന്ന് ഈ വരൾച്ചകൾ മാറും, ഈ ഡ്രൈനസ്സുകൾ എൻ്റെ ജീവിതത്തിനകത്തും മാറും, എനിക്കൊന്ന് സന്തോഷം അനുഭവിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോ, ഈ പകൽക്കാലം പറയട്ടെ, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് നിരാശകളെ ആകുലതകളെ മാറ്റി ജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ചിലരുടെ സാഹചര്യത്തെ ദൈവം മാറ്റാൻ പോകിയ, ചില ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെ ദൈവം മാറ്റുന്ന പകൽക്കാലം അത്രേ. കണ്ണുനീരിന്റെ അനുഭവത്തെ ദൈവം മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. ദുഃഖം കളം കെട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തേക്ക് എന്റെ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം മുതൽ ചലിക്കാൻ പോകുക. സ്തോത്രം. ഇവിടെ കാണുക, ശ്രദ്ധിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. അപ്പൊ അവിശ്വാസം കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യും? സംശയം കടന്നു വരും. അതുകൊണ്ട് വചനത്തെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന കടത്തിരയ്ക്ക് സമനാണ്, അവന് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയില്ല. പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പൊങ്ങിക്കടന്നു വരുന്ന അവിശ്വാസത്തെ നാം വേരോടെ പറിച്ചു കളയുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ 4 വർഷം തലമുറ ഇല്ലാതിരുന്നു. ഇപ്പോൾ PG വർഗീസ് അങ്കിൾ ഇവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നപ്പോ പ്രിയങ്കൾ ഞങ്ങളുടെ അടുത്ത് പറയുവാനായിട്ട് ഇടയത്തുന്നു, നിങ്ങൾക്ക് തരുന്ന തലമുറയ്ക്ക് ഒരു പേരിട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യുവാനായിട്ട് പറയുവാനായിട്ട് ഇടയത്തുന്നു. തലമുറ തന്നതിനായി സ്തോത്രം പറഞ്ഞു, പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അങ്ങനെ ജോസഫ് എന്ന പൈതനെ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ 3 മാസമായി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഏത് പൈതന് പേരിട്ട് പ്രാർത്ഥിച്ചോ, ആ ജോസഫ് എന്ന പൈതനെ അതിന്റെ ഗർഭപാത്രത്തെ ദൈവം ഉരുവാക്കുവാനായിട്ട് ഇടയെ തുറന്നു. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടത്തില്ലെന്ന് പറയുമ്പോ, മെഡിക്കൽ റിപ്പോർട്ട് നമുക്കൊരു തലമുറ ലഭിക്കത്തില്ലെന്ന് പറയുമ്പോ, സ്തോത്രം, നിന്റെ ശരീരത്തിൽ ഇനി ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കത്തില്ലെന്ന് പറയുമ്പോ, ഒരു ഓപ്പറേഷൻ കൂടാതെ വേണം നിനക്ക് ശരീരത്തിന് സൗഖ്യം ലഭിക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോ, മേജർ 3 ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെടുത്ത് ഒരു ഓപ്പറേഷൻ കൂടാതെ വേണം സൗഖ്യം തിന്ന ഒരു ജീവന്റെ സാക്ഷിയായിട്ടത്ര നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത്. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നാം വിശ്വസിക്കാൻ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ക്യാൻസർ സെല്ലുകളെ കരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ഏത് കീമേക്കാളും, ഹല്ലേലൂയ, ഹല്ലേലൂയ, പവറായിട്ടുള്ള കർത്താവിന്റെ ശക്തി അതവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അത്യുന്നന്റെ ശക്തി, ഹല്ലേലൂയ, ആ ഉന്നതനായിരിക്കുന്നവന്റെ ശക്തി നിന്റെ ശരീരത്തെ മേൽ തുളച്ച് കയറുവാനായിട്ട് ഇടയത്തിരുമ്പോ, നിന്റെ ബ്ലഡുകളെ മേൽ ശരീരത്തിന്മേൽ, ഹല്ലേലൂയ, ബാധിച്ചിരിക്കുന്ന രോഗാണുക്കൾ കരിയുവാനായിട്ട് ഇടയായിത്തീരും, ചിലത് മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നാം അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. അവിടെ ആ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന. സ്തോത്രം. മാനസികമായി ചിന്തിക്കുമ്പോൾ ഭാരങ്ങൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം, ആകുലതകൾ കടന്നു വരാം. ഇതെങ്ങനെ നാളെ മുന്നോട്ട് പോകും? സ്തോത്രം. തലമുറയുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോ, പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക. മാനുഷികമായ കരുതലുകൾ അസ്തമിച്ച ഇടത്ത് ഹാഗറിന്റെ പൈതലിനു വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറന്നു കൊടുത്തതായ ദൈവം, മരുഭൂമിക്കകത്ത് വളർത്തിയതായ ദൈവം നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് അത് എഴുതി വച്ചിരിക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, മാനുഷിക കരുതലുകൾ അസ്തമിച്ചു എന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. ഹല്ലേലൂയ. അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് ഒരിക്കലും ആർക്കും സ്തോത്രം കെടുത്തിക്കളയുവാൻ കഴിയാത്ത, ഒരിക്കലും ആർക്കും സ്തോത്രം, ഹല്ലേലൂയ, അടച്ചു കളയുവാൻ കഴിയാത്തതായ ഉറവയെ തുറന്നു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ പൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഏത് വിഷയമാണോ നിന്റെ മുമ്പിൽ അസാധ്യമായിട്ട് ഇരിക്കുന്നത്, ആ വിഷയത്തെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കും. അത്യുന്നന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നേരിടാം, അത്യുന്നന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും. സ്തോത്രം. ഇവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ വായിച്ച ഭാഗം ഇതത്രേ. സ്തോത്ര. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാം, അത്യുന്നന്റെ ശക്തി
നിന്റെ മേൽ നേരിട. ഈ പകൽക്കാലം സ്തോത്രം ചില അസാധ്യമായ മേഖലകൾ സാധ്യമാക്കി തീർക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ചലിക്കുന്ന പകൽക്കാലം അത്രേ. ചില അസാധ്യമായ വിഷയങ്ങൾ ഹല്ലേലൂയ, എഴുതിത്തള്ളിയ വിഷയങ്ങൾ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ ചലിക്കാൻ പോകുക. ദൈവവചനത്തിന് ശക്തിയുണ്ട്, ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവത്തിന്റെ വചനത്തെ നാം എപ്രകാരം വിശ്വസിക്കുന്നുവോ അതനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ആ പാർത്തതായ കർത്താവ് തന്നിൽ ഏൽപ്പിച്ച ദൗത്യം ചെയ്തിട്ട് പോകുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിന്റെ മേൽ അയക്കും. അതേ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇതവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി, അതേ ആ ഉന്നതനായിരിക്കുന്ന, ഉന്നതങ്ങളിൽ ഉന്നതനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോ ഈ ലോകം നിന്നെ പിടിച്ചു വെക്കുവാൻ നോക്കുന്ന ശക്തികൾ അത് നശിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ ശക്തി നിന്റെ മേൽ ചലിക്കും. ആ ശക്തിയുമായി നീ ചിലത്തേക്ക് കടന്നു പോകുമ്പോ നിന്റെ മുമ്പിൽ നിന്ന് പ്രതികൂലങ്ങൾ മാറുവാനായിട്ടിടയായിത്തീര, ചില പ്രതിസന്ധികൾ മാറുവാനായിട്ടിടയായിത്തീര. നിന്നോട് ദയ കാണിക്കാത്തവ നിന്നോട് ദയ കാണിക്കുവാനായിട്ടിടയായിത്തീര. നിനക്ക് വേണ്ടി അനുകൂലപ്പെടേണ്ടവ നിനക്ക് വേണ്ടി അനുകൂലപ്പെടുവാനായിട്ടിടയായിത്തീര. നിന്റെ മുമ്പിൽ നിന്ന് വാദിക്കുന്ന ശത്രുമണ്ഡല ചിതറിപ്പോകുവാനായിട്ടിടയായിത്തീര. ദൈവത്തിന്റെ ശക്തി പകൽക്കാലം ചലിക്കും. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, തന്റെ മഹാശക്തി കൊണ്ട് ഒരു കിഴക്കൻ കാറ്റ് അടിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു മാനുഷികമായ രീതിയിൽ ചെങ്കടലിനെ ഒരിക്കലും രണ്ടാക്കി മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ ആ ശക്തി അങ്ങോട്ട് ചലിച്ചു കഴിഞ്ഞപ്പോ, ആ ശക്തി അങ്ങോട്ട് വ്യാപരിക്കുവാനായിട്ടിടയായി തീർന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെങ്കടൽ രണ്ടായി പിളർന്നു മാറി. സ്തോത്ര. മതിലായി നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പിളരേണ്ടത് പിളർക്കും. ഹല്ലേലൂയ. നിനക്ക് എവിടെയാണ് വഴി തുറക്കേണ്ടത് അവിടെ ദൈവത്തിന്റെ ശക്തി ദൈവം അടിക്കുവാനായിട്ടിടയത്തില്ല. ചില ചെങ്കടൽ പോലെ സമമായിരിക്കുന്ന വിഷയത്തിന്റെ നടുവേ ഞാൻ ഇതിനകത്ത് മുങ്ങിപ്പോകുമല്ലോ, ഇതിനകത്തുനിന്ന് എങ്ങനെ മറികടക്കാം, ഇതിനകത്തുകൊണ്ട് ഞാൻ തീരുമെന്ന് ഹല്ലേലൂയ ചിന്തിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചെങ്കടൽ പോലെ ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം ചേഞ്ച് ആവും. ഹല്ലേലൂയ. നീ അതിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. സ്തോത്രം. അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, സാറയുടെ നിർജീവത്വം മാറി, പതിവുകളും ഹല്ലേലൂയ മാറി എന്ന് പറഞ്ഞെടുത്ത് ഒരു തലമുറയെ ചുമക്കുവാൻ അവിടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ട് അതൊക്കെ ചേരുവാനായിട്ടിടയായി തീർന്നുവെങ്കിൽ നിന്റെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ നടക്കുവാൻ എന്തെല്ലാം ആവശ്യമായിരിക്കുന്നുവോ യേശുവിന്റെ നാമത്തിൽ അത് നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് കൂട്ടിച്ചേർക്കുന്ന ഒരു സർവശക്തനായ കരം ഇന്ന് ചലിക്കും. സ്തോത്രം. ചിലത് വന്ന് ചേരും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ചില ബുദ്ധിമുട്ടുകൾ മാറും. നിന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതകളെ ദൈവം മാറ്റുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ചില ദൈവ പ്രവൃത്തികൾ ഈ പകൽക്കാലം മുതൽ ചലിക്കും. സ്തോത്രം. അതുകൊണ്ട് മറിയ പറഞ്ഞത്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അപ്പൊ ആടി അങ്ങോട്ട് ദാസി, അങ്ങോട്ട് കുടുംബമാ ഞങ്ങള്, അങ്ങോട്ട് ഹിതം പോലെ, അങ്ങോട്ട് വാക്കുപോലെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാക്കുകൊണ്ട് സകലം ഉരുവാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉരുവാകുവാനായിട്ടിടയായി തീർന്നു വയ്ക്കേ. ഒരു വാക്കിന്റെ മുമ്പാകെ സ്തോത്ര അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ആ നിമിഷം മുതൽ സ്തോത്ര ആ മകൻ ജീവിക്കുവാനായിട്ടിടയായി തീർന്നു വയ്ക്കേ. മരണത്തിന്മേലും ഹല്ലേലൂയ ജീവന് മേലും അധികാരമുള്ള നസ്രേന്റെ വാക്ക് നിന്റെ മേൽ ഈ പകൽക്കാലം ചലിച്ചു കഴിഞ്ഞ ചില അസാധ്യമായ മേഖലകൾ, നിന്നെ പിടിച്ചു വയ്ക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ചില കിളർപ്പുകൾ പൊട്ടിപ്പുറത്തു വരും. ഹല്ലേലൂയ. ചില ഡ്രൈനെസ് ആയിരിക്കുന്ന അനുഭവം കൂടെ അകത്ത് ഇനി അതിനകത്തൊരു വിടുതലില്ല എന്ന് പറയുമ്പോ അതിനകത്ത് മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ ചില വാഗ്ദത്തങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. നിന്നെ ഒതുക്കി വെച്ച ചില മേഖലയ്ക്കകത്തുന്നത് ഒരു വിടുതലിലേക്ക് കടത്തില്ല എന്ന് പറഞ്ഞ് ഒതുക്കി വെച്ച ചില മേഖല കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കും.
വിശ്വസിക്കാമോ? അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒക്കെ നമ്മൾ ഒത്തിരി ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാനൊക്കെ നോക്കിക്കാണുമായിരിക്കാം, പരാജയപ്പെട്ട് കാണുമായിരിക്കാം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിന്റെ വാക്കിന് മുമ്പ് ഞാൻ വല ഇറക്കാം. സ്തോത്രം. ഈ പൽക്കാലം മറിയ പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. പത്രോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ആ ഒരു സമർപ്പണത്തോടു കൂടി ഈ പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ, എവിടെയാണ് അസാധ്യമെന്ന് ലോകം വിധിയായി തള്ളിയത്, എവിടെയാണ് നീ ശൂന്യമാക്കപ്പെട്ടത്, എവിടെയാണ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, അവിടെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. നിന്റെ തല ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവം, നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കണ്ണുനീരുകൾ ഈ പൽക്കാലം തുടയ്ക്കും. ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ അകത്ത് നീ നിരാശപ്പെടുന്നില്ലേ, ആകുലപ്പെടുന്നില്ലേ, എന്ത് ചെയ്യും കർത്താവേ എന്ന് ചോദിക്കുന്നില്ലേ? ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിനെ ഈ പൽക്കാലം സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ചിലത് സാധ്യമാകും. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ സാധ്യമാകും. ഹല്ലേലൂയ. ഒരിക്കലും സാധ്യമാകത്തില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുമ്പോ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിക്കും. ഹല്ലേലൂയ. ചിലത് വിടുതലായിട്ട് വെളിപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോ വിടുതലിന് വേണ്ടി പ്രതീക്ഷിച്ച സമയം കാണുമായിരിക്കാം, അവിടെ നടന്നില്ല എന്നോർത്ത് ഭാരപ്പെടരുത്. നിന്റെ വിടുതലിന്റെ ടൈമിനകത്ത് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിനകത്ത് സ്തോത്രം എന്റെ ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്ര. തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഭാരത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന കടഭാരം, ഇതിനകത്തുനിന്ന് ഒരിക്കലും ഇനി ഒരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇതിനകത്തിന് ഒരു മാറ്റം സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ബിസിനസ്സിനകത്ത് ഒരു വളർച്ച ഉണ്ടാകത്തില്ല, ഇവിടെ കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം, പലരും പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന, റൂട്ടുകളെ തിരിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. പ്രിയ ദൈവത്തിലെ ആകുലതകൾ ഈ പകൽക്കാലം മാറട്ടെ, നിരാശകൾ മാറട്ടെ. സ്തോത്ര. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. ഇന്ന് നിങ്ങൾ ചില പേപ്പർ വർക്കിന് വേണ്ടി കടന്നു പോകുമ്പോ അതിനു മുമ്പ് ആ പേപ്പർ വർക്കിനെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുക, ഇതിനെ ദൈവം സാധ്യമാക്കി തരാം, എന്റെ ദൈവം ഇതിനെ സാധ്യമാക്കി തരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. റോമർക്കെതിരെ ലേഖനത്തിൽ വായിക്കുവാനായിട്ട് ഇടയെത്തുന്ന പോലെ അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവത്തെ മഹത്വം കൊടുക്കുവാൻ തയ്യാറായി എന്ന് കാണുന്നത് പോലെ ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് നീ കടന്നു പോകുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടുള്ള ചില ചലനങ്ങൾ, ചില വിടുതലുകൾ സ്തോത്ര. ചിലപ്പോൾ ഒത്തിരി സമയം നിങ്ങൾ ഒത്തിരി ദിനങ്ങൾ നിങ്ങൾ കയറി ഇറങ്ങിയ വിഷയമായിരിക്കാം, പക്ഷേ തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയുന്ന, ചിലതിനെ തീർത്തു തരുവാൻ കഴിയുന്ന, ചിലതിനെ ഫിനിഷിംഗിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കുക, എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഏത് വിഷയമായിക്കൊള്ളട്ടെ. പ്രിയ ദൈവത്തിലെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതായ ദൈവം, നമ്മുടെ ഉദരത്തിനകത്ത് നമ്മുടെ തലമുറയെ ഉരുവാക്കിയ ദൈവത്തിന് ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടതും ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലേക്ക് എത്തിക്കുവാൻ ദൈവം ശക്തനത്രേ. സ്തോത്ര. നമ്മൾ ദൈവകരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. നമ്മുടെ ഉദരത്തിനകത്ത് നമ്മുടെ കുഞ്ഞു പുറത്തു വന്നപ്പോൾ മാത്രമായിരിക്കാം നമ്മുടെ തലമുറയെ നാം കണ്ടത്. പക്ഷേ നമ്മുടെ ഉദരത്തിനകത്ത് ഒരു പിണ്ടാകാരമായിട്ട് ഒരു കുഞ്ഞ് ഉരുവാക്കുമ്പോഴും അവന് A to Z വരെ എന്ത് അവന്റെ ജീവിതത്തിൽ ആവശ്യമാണെന്നും അവിടെ എവിടെ പഠിക്കണം, അവൻ എന്ത് ചെയ്യണം, അവൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നല്ലാതെ ഒരു പ്ലാനിങ്ങിനകത്തുണ്ട്. ആ പ്ലാനിങ്ങിനകത്ത് ഹല്ലേലൂയ നിന്റെ ജീവിത തലമുറയ്ക്ക് വേണ്ടത് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അതിനെതിരായി എന്തെല്ലാം ഈ ലോകത്തിലെ ശക്തി നിന്ന് കഴിഞ്ഞാൽ പ്രിയ ദൈവപൈതലേ സ്തോത്ര, ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നമ്മുടെ മേലും നമ്മുടെ തലമുറയുടെ മേലും നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നാം ദൈവസേനയെ നിഷ്കളങ്കനായിരിക്കുക, ദൈവസേന വിശ്വസ്തരായിട്ട് ആയിരുന്നു കഴിഞ്ഞാൽ ഈ പകൽക്കാലം സ്തോത്ര അടയപ്പെട്ട ചില മേഖലകൾ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അസാധ്യമെന്ന് എഴുതിത്തള്ളിയ വിഷയങ്ങൾ സാധ്യമായി തീരുവാനായിട്ട് ഇടയത്തീരും. അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഒരു നിമിഷം ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമായ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ
നാമത്തെ മാറട്ടെ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിച്ചപ്പോ കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാ, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിട. യേശുവിന്റെ നാമത്തെ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് ഇതെങ്ങനെ നടക്കുമെന്ന് ഞങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ ഈ പകൽക്കേട്ടം കേട്ട തിരുവചനത്തിന്റെ മുമ്പാകെ കർത്താവ് സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കര, എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല എന്ന് അറിയി ചെയ്ത ആ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അങ്ങോട്ട് ദാസൻ, ഞങ്ങൾ അങ്ങോട്ട് ദാസി കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങോട്ട് വാക്കു പോലെ തന്നെ ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ മേലെ ചിലത് സാധ്യമായി തീരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ. നിരാശകൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ കർത്താവെ. ചില ബിസിനസ്സുകൾ തുടങ്ങട്ടെ, ചില രോഗശക്തികൾ ശരീരങ്ങളിൽ നിന്ന് മാറട്ടെ കർത്താവെ. തലമുറയില്ലാത്തവർക്ക് തലമുറകൾ ലഭിക്കട്ടെ കർത്താവെ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം വാടികൾ ഓപ്പൺ ആക്കട്ടെ കർത്താവെ. സകലതിനെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം, പുതിയതിനെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. ചില ചെങ്കടലിനകത്ത് വഴി തുറക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. തന്റെ മഹാശക്തി തന്റെ ജനത്തിനു വേണ്ടി ഈ പൽക്കാലം വെളിപ്പെടട്ടെ കർത്താവെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.